നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിയിട്ടേ വരാൻ പാടുള്ളൂ. അല്ലാതെ അതിൻ്റെ ഇടയിൽ നമുക്ക് നിർത്തണം എന്നൊക്കെ പല പ്രലോഭനങ്ങളുണ്ടാവാം. നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷെ അതിലൊന്നും വീഴണ്ട. അവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് വന്നു, ട്രിവാൻഡ്രം വന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അടിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ക്വാളിഫൈ ആവാതിരിക്കുമ്പോഴും എനിക്ക് ഏറ്റവും വിഷമം വരുന്നതെന്ന് വെച്ചാൽ 1-2 മാർക്കിന് പോകുമ്പോഴാണ്. കുറേ ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ ആ കുഴപ്പം അടുത്ത പ്രാവശ്യം എന്നൊക്കെ പറയും. ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാന്ന് പറയുന്നത് എന്തോ പോലെ. കാരണം നമ്മൾ ഇത് അറിയായിരുന്നു, ഇത് പഠിച്ചത് ഇതാണോ എന്ന് വെച്ചിട്ട് വെറുതെ സ്റ്റക്കായി നിൽക്കുക. ശരിക്കും ഒരു കാര്യമില്ല. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്തതെങ്കിലും കിട്ടും. മിസ്റ്റേക്സ് ഒരുപാട് വരുത്തിയിട്ടുണ്ട്. എക്സാം ഹാളിൽ നിന്ന് അതിനെക്കുറിച്ച് അത് മിസ്റ്റേക്ക് ആണെന്ന് പോലും അറിയില്ല. തിരിച്ചു വന്ന് വീടെത്തി അത് എന്നെ കറക്റ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഞാനത് ചെയ്തിട്ടുണ്ടല്ലേ എന്നുള്ള കാര്യം അറിയണം. അവിടെ നിന്ന് കഴിഞ്ഞതും ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ അതൊരു വല്ലാത്തൊരു റിഗ്രറ്റ് ആയിരുന്നു. ബ്രേക്ക് ആയിരിക്കും കുറച്ചുകൂടെ സ്വീറ്റ് ആക്കിയത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അത്യാവശ്യം ലോങ് ഒരു ജേർണി ആയിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു ജേർണിയിൽ ഡൗൺ ആയി പോയ മൊമെന്റ്സ് ഉണ്ടാവില്ലേ? ഹായ് ഓൾ, സിവിലിയൻസിൻ്റെ പോഡ്കാസ്റ്റ് സീരീസിലെ മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത്. ഇന്നത്തെ പോഡ്കാസ്റ്റ് സീരീസിന് നമ്മുടെ സ്ഥിരം പോഡ്കാസ്റ്റുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തതയുണ്ട്. എന്താണെന്നല്ലേ, സാധാരണ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറൻറ്റിനെ സംബന്ധിച്ച് അവർ കേൾക്കുന്ന സക്സസ് സ്റ്റോറിയിൽ എപ്പോഴും സ്റ്റുഡൻസിൻ്റെ എൻഡ് റിസൾട്ടായിരിക്കും കൂടുതൽ കാണുന്നത്. അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്നായിരിക്കും കാണുന്നത്. അവർ ആ തുടക്കം തൊട്ട് ആ ഒരു റിസൾട്ടിലേക്ക് എത്തുന്നത് വരെ അവരുടെ ജേണി എങ്ങനെയാണ് എന്നുള്ളത് അധികം കണ്ടു കാണാൻ സാധ്യതയില്ല. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തേത് ഒരു സക്സസ് സ്റ്റോറിയേക്കാൾ ഉപരി ഒരു സർവൈവൽ സ്റ്റോറി എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ആളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. പേര് ഹരികൃഷ്ണൻ. ഇപ്പോൾ കഴിഞ്ഞ RRB JEE ക്വാളിഫൈഡ് ആയിട്ട് അപ്പോയിൻമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ഹരികൃഷ്ണൻ. അപ്പോൾ ഹരികൃഷ്ണൻ, വെൽക്കം. താങ്ക് യു. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത്? അത് 2021 എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ മിസ്സേ, അത് പക്ക കോവിഡ് ടൈം. അതായത് 3rd ഇയർ തൊട്ട് തന്നെ വീട്ടിലിരിക്കലായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാ പരിപാടിയും കോവിഡ് ആയതുകൊണ്ട് എല്ലാം ഓൺലൈനായിരുന്നു. എക്സാമും എല്ലാ കാര്യങ്ങളും പ്രോജക്ട്സ് ആണെങ്കിലും എല്ലാ ഗ്രൂപ്പ് വർക്കും നമ്മൾ തന്നെ ആയതുകൊണ്ട് മൊത്തത്തിൽ ആ ഒരു അറ്റ്മോസ്ഫിയറും നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് പഠിത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ എല്ലാം കുറച്ച് ഡൗൺ ആയിരുന്നു. പിന്നെ ഇതിലോട്ടൊരു വന്നത് തന്നെ നേരത്തെ തന്നെ പണ്ട് മുതലേ എനിക്ക് വീട്ടിലാണെങ്കിലും അച്ഛനും അമ്മയും ചേച്ചിമാരും എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എപ്പോഴും ഒരു സർവീസിൽ കയറണം, ഗവൺമെൻറ് സർവീസിൽ കയറണം എന്നുള്ളൊരു പണ്ട് മുതലേ ഇങ്ങനെ ഒരു ഐഡിയ ഉള്ളത് കൊണ്ട് വേറൊരു ഓപ്ഷനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു എന്താ പറയുക കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്? ഞാൻ ബിടെക് കഴിഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്ന് ചിന്തിച്ചത്. കാരണം ബിടെക് ഫുള്ള് കാഷ്വലായിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബിടെക് കഴിഞ്ഞിട്ടായിരുന്നു അതിനെക്കുറിച്ച് ആലോചിച്ചത്. അത് അപ്പോൾ കുറേ ഓപ്ഷൻസ് മൈൻഡിൽ വന്നിരുന്നു. കോച്ചിങ് എന്തെങ്കിലും ചെയ്യണം, കാരണം സെൽഫ് സ്റ്റഡി പറ്റില്ല എന്ന് അപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങനെ ആയിരുന്നു. എന്നിട്ട് ഞാൻ ഡൽഹിയിലോട്ട് കോച്ചിങ്ങിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു 10 മാസം. അവിടെ കംപ്ലീറ്റ്ലി വേറൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഹോം സിക്നെസ് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അവരങ്ങനെ എന്നോട് ഇത് ചെയ്യേണ്ടെന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അച്ഛനും അമ്മയും 2 ചേച്ചിമാരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവരെ അങ്ങനെ ഡൽഹിയിലോട്ട് പോകാൻ പറഞ്ഞു. അവിടെ പോയി. പിന്നെ അവിടെ ഒരു സർവൈവൽ മൊത്തത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ മിസ്സേ, കാരണം ചപ്പാത്തി ദാല് ക്ലൈമറ്റ് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതുമായിട്ട് പിന്നെ മെല്ലെ മെല്ലെ യൂസ് ടു ആയി. പിന്നെ അവിടുത്തെ ഒരു ക്ലാസ്സും അറ്റ്മോസ്ഫിയറും തന്നെ കുറച്ച് വ്യത്യാസമായിരുന്നു. ഞാൻ ഗേറ്റിൻ്റെ കോച്ചിങ്ങിനായിരുന്നു പോയത്. അപ്പോൾ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 100-300 പേര് ഒരു ക്ലാസ്സിൽ. നമുക്ക് ഫാക്കൽറ്റീസും ആയിട്ടാണെങ്കിലും ആ ഒരു അത്രയ്ക്ക് ഒരു ഇൻട്രാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അവരിങ്ങനെ വരും, ഒരു കണ്ടിന്യൂസ് സബ്ജക്റ്റ് അങ്ങനെ ഓടും, പിന്നെ അത് ഫിനിഷ് ആവും. അങ്ങനെ നമുക്ക് ആ ഒരു സിസ്റ്റം അത്രയ്ക്ക് അങ്ങോട്ട് പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ സെൽഫ് സ്റ്റഡി ചെയ്യാം. അപ്പോൾ എക്സാം വരെ നിന്നില്ലേ ഡൽഹിയിൽ? ഗേറ്റിന്റെ എക്സാം ഗേറ്റ് എക്സാം ഞാൻ 21-നാണ് ഞാൻ ഡൽഹിയിലോട്ട് പോയത്. 22-ന്റെ ഗേറ്റ് എക്സാം കൊടുത്തില്ല, കാരണം അപ്പോഴേക്കും ഒന്നും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ചെയ്യാണ്ട് ഗേറ്റിന് വേണ്ടി പോയി. കാരണം ആ സമയത്ത് ഒന്നും അറിയില്ലല്ലോ മിസ്, ഗേറ്റിന് അപ്പോൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം ഒന്നും അറിയില്ല. ഈ കോവിഡ് പീരീഡിൽ തന്നെ ഫുള്ള് മാക്സിമം എൻജോയ്മെൻ്റ് ആയിരുന്നു വീട്ടിലിരുന്നിട്ടായതുകൊണ്ട്. പിന്നെ അവിടെ പോയി
അത് വന്നു. ഡൽഹി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് പിന്നെ ഒന്നും ആയിട്ടില്ല, ഇനി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതായിട്ട് വന്നു. വീണ്ടും പിന്നെ സെൽഫ് സ്റ്റഡിയിലോട്ടിരുന്നു. ആ ആദ്യം നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ട് പോയിരുന്നു സെൽഫ് സ്റ്റഡി കാര്യങ്ങളൊക്കെ. കാരണം ആ ഒരു 5 to 6 hours ഒക്കെ അവരവിടെ നിന്ന് കുറേ സ്ട്രാറ്റജീസ് പറഞ്ഞു പറഞ്ഞു തരുമല്ലേ? അതുപോലെയൊക്കെ നോക്കിയിരുന്നു. പക്ഷെ അത് അധിക കാലം ഓടിയില്ല എന്നുള്ളതായിരുന്നു. പിന്നെ കുറച്ച് കാലം ഇങ്ങനെ പോയി. പിന്നെ ഒരു ബ്രേക്ക് വന്നു. അങ്ങനെ അതാണ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മടുത്തു പോകും. അന്നേരം നമ്മൾ സമയം കുറഞ്ഞു വരും. അതെല്ലാവരും പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്. 6 മണിക്കൂറൊക്കെ ആദ്യമായിരുന്നു, പിന്നെ അത് കുറഞ്ഞ് 3 മണിക്കൂറായി, 2 അങ്ങനെ ലാസ്റ്റ് 10 മിനിറ്റ് വരെയൊക്കെ ആയി മിസ്. അയ്യോ, വീട്ടിൽ നിന്ന് പിന്നെ വീട്ടുകാർക്ക് നമ്മൾ ഡെയിലി കാണും. ഡെയിലി കാണുമ്പോൾ അവർക്ക് ആ ഒരു പ്രോഗ്രസ്സിനെ കാണുന്നില്ല. അപ്പോൾ വീട്ടിൽ നിന്നും അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോയിരിക്കുന്നത്, പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഡൗൺ ആയി. പിന്നെ അതിൽ നിന്നൊന്ന് മാറിയത് ഇങ്ങോട്ട് സിവിലിയൻസിനെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞ് വന്നപ്പോഴായിരുന്നു. ഈ സെൽഫ് സ്റ്റഡി എത്ര നാളുണ്ടായിരുന്നു? സെൽഫ് സ്റ്റഡി ഏകദേശം പറഞ്ഞാൽ വിശ്വസിക്കില്ല, 1.5 വർഷം ഉണ്ടായിരുന്നു. അത് ആദ്യമൊന്നും അറിഞ്ഞില്ല, സമയം പോയത് അറിഞ്ഞേയില്ല, തീരെ അറിഞ്ഞില്ല. ആദ്യം ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ തന്നെ അവരൊരു സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് 5 to 6 hours ഒക്കെ ഇരിക്കണം എന്നുള്ളൊരു സ്ട്രാറ്റജി കൊണ്ട് അത് കുറച്ച് ദിവസമൊക്കെ ഇരുന്നു മിസ്സേ. ഒരു 1-2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ആ ടൈം മെല്ലെ കുറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ ഒരു ദിവസം ഇരിക്കുന്നുള്ളൂ. ആ ലെവലിലേക്ക് എത്തി. അപ്പോഴേക്കും കുറേ ടൈം പോയി. അത് നമ്മളങ്ങനെ അങ്ങനെ ഒരുപാട് പണിയുള്ളത് കൊണ്ടോ അതൊന്നും അല്ല, പക്ഷേ മൈൻഡ് എന്തോ മൊത്തത്തിൽ ശരിയാവുന്നില്ല. വെറുതെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കല. ഇതിനിടയ്ക്ക് ഗേറ്റ് എക്സാം പിന്നെ എഴുതിയില്ലേ? ഗേറ്റ് എക്സാം അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു 2023 ഗേറ്റ് എക്സാം എഴുതി. അത് പക്ഷേ ഒന്നും ആയില്ല, കിട്ടിയില്ല. ഗേറ്റ് എക്സാം കിട്ടിയില്ല. അതിന്ന് വീണ്ടും ഒന്ന് ഡൗൺ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എയ്ഡ് എക്സാം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും എനിക്ക് ഗേറ്റ് എംടെക്കിനോടൊരു അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. വീട്ടിൽ പക്ഷെ ഒരുപാട് പറയുന്നുണ്ടായിരുന്നു എംടെക് എടുക്കുക, ഹയർ ക്വാളിഫിക്കേഷൻ എപ്പോഴും നല്ലതാണെന്ന്. പക്ഷെ ഞാൻ എപ്പോഴും ഒരു ജോലി ആദ്യം സെറ്റ് ചെയ്തിട്ട് പിന്നെ പഠിക്കാന്നുള്ളൊരു മൈൻഡിലായിരുന്നു. അപ്പം അങ്ങനെ എംടെക് പോയില്ല, കാരണം കിട്ടിയില്ല. എംടെക് വേണ്ടാന്നുള്ളത് കൊണ്ട് പിന്നെ എക്സാം ആ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. PWD ഇറിഗേഷൻ ഹൗസിംഗ് ബോർഡിൻ്റെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് 3 കൂടെ ഒരുമിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഗേറ്റിൻ്റെ അതേ മെറ്റീരിയൽസ് വെച്ചിട്ട് അതിരുന്ന് നോക്കിയപ്പോൾ അതും കിട്ടിയില്ല. അപ്പോൾ പിന്നെ മൊത്തത്തിൽ ഡൗൺ ആയി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇരിക്കുകയായിരുന്നു. എങ്ങനെയാണ് സിവിലിയൻസിലേക്ക് എത്തിയത്? ആ ഒരു മൊമെൻറ്റിൽ പെട്ടെന്ന് ഒരു ദിവസം റാൻഡമായിട്ടാണ് നമ്മുടെ സിവിലിയൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ എൻ്റെ ഒപ്പം കോളേജിൽ പഠിച്ചിരുന്ന 2 പേരെ കണ്ടു. ബ്ലെസ്സിയും ഫിദ എന്ന് പറഞ്ഞിട്ട് 2 പേരുണ്ടായിരുന്നു. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതായിരുന്നു, ബിടെക്. അവരെ കണ്ടു. അവരെ ഒരു ഫെയർവെൽ വീഡിയോ ആയിരുന്നു സിവിലിയൻസിൻ്റെ. അവരെ കണ്ടിട്ട് ഞാൻ അവരെ വിളിച്ചിട്ട് എന്താണിത് സംഭവം, എന്താ പരിപാടി, എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് അവരെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞ് ട്രിവാൻഡ്രത്താണ്, അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ബാച്ച് കഴിഞ്ഞു, ഫെയർവെല്ലിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഗേറ്റ് ബാച്ചിൻ്റെ ഫെയർവെൽ എന്തോ ആയിരുന്നു. അപ്പോൾ എന്നിട്ട് ആ കുട്ടി ഇപ്പോൾ ബാച്ചിന് ജോയിൻ ചെയ്തിരിക്കുകയായിരുന്നു അവർ 2 പേരും. അപ്പോൾ അതിൽ ഇങ്ങനെ പോകുന്നുണ്ട്, ക്ലാസ്സുകൾ കുഴപ്പമില്ല, ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, കമ്പൈൻ സ്റ്റഡിക്കൊക്കെ പറ്റും, എല്ലാവരും ഇവിടെ അങ്ങനെയാണ് ചെയ്യണത്, വെളിയിലും സ്ഥലമുണ്ട് ഉള്ളിലും സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി ട്രിവാൻഡ്രത്തോട്ട് വന്നു. തിരുവനന്തപുരത്ത് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ വന്നു, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ കാര്യങ്ങൾ. ഞാൻ വരുന്നതിന് മുന്നേ വജ്ര എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് SSC JE കോൺഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടയർ 1 വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് നോൺ ടെക്നിക്കലും വേണമായിരുന്നു. പിന്നെ ഡൽഹിയിലുള്ള സമയത്ത് എനിക്ക് കുറച്ച് ഹെൽത്തിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് 2-3 സബ്ജക്ട്സ് മിസ്സായി മീൻസ് നമ്മൾ ആദ്യം ഒരു 2-3 ദിവസത്തെ ക്ലാസ്സിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി പിന്നെ കണ്ടിന്യൂറ്റി അങ്ങനെ പോകും. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സബ്ജക്റ്റ് തീരുന്നത് വരെ അതന്നെയാണ്, ഇടയിൽ വേറെ ക്ലാസ്സുകളില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 3-4 സബ്ജക്റ്റോളം പോയി. അപ്പോൾ ആ 3-4 സബ്ജക്റ്റിൻ്റെ ലെക്ചറും വേണം, നോൺ ടെക്നിക്കലും വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ വജ്ര കണ്ടതുകൊണ്ട് അത് ബ്ലെസ്സിനെയൊക്കെ വിളിച്ച ശേഷം അപ്പം അങ്ങനെ വജ്ര എടുത്തിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് SSC നോൺ ടെക്നിക്കലിനും പഠിക്കുമായിരുന്നു, ഇതിനും പഠിക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ ഇവിടെ എത്തിയ ശേഷം ഒരു അറ്റ്മോസ്ഫിയർ ബ്ലെസ്സി പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളിരുന്ന് പഠിക്കും. ചില ദിവസങ്ങളിൽ അവർ ഓൾറെഡി അറ്റൻഡ് ചെയ്ത സബ്ജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ഇരുന്ന് കമ്പൈൻ സ്റ്റഡിക്ക് 3 പേരും ചെയ്തിരുന്നു. ഒരു ടൈമറൊക്കെ വെച്ചിട്ട് ഭയങ്കര കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിലൊക്കെ ആയിരുന്നു. നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു സംഭവം കിട്ടാത്തത് കൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം
പഠിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ മിസ്. പറയാൻ 4 കൊല്ലം ബിടെക് പഠിച്ചു. കോവിഡിൽ പെട്ടതുകൊണ്ട് ഇതെല്ലാം ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ആയതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇതിങ്ങനെ ചെയ്യണം, ഇത് തീർക്കണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. ആ രീതിയിലാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. അതെ, അങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്താണ് ഏകദേശം ഞാൻ അറിഞ്ഞത് ഹരികൃഷ്ണനെ പറ്റി. ഞാൻ ശ്രദ്ധിക്കാൻ കാരണം ഞാൻ പറയാം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ ഗേറ്റ് ബാച്ചിൻ്റെ കോർഡിനേറ്ററായിട്ട് ഇരുന്ന സമയത്താണ്. അപ്പോൾ ഗേറ്റിലെ സ്റ്റുഡൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊന്ന് ഗേറ്റിൻ്റെ റിവിഷൻ ടൈം ആയിരുന്നു തോന്നുന്നു, ജനുവരിയിലെ റിവിഷൻ ടൈമിലായിരുന്നു. അപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ ഞങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തു. അപ്പോൾ ഞാൻ വെച്ച് ഗേറ്റിൽ പഠിക്കുന്ന കുട്ടികളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ആരാണ് ആ ആളെന്നറിയാൻ വേണ്ടിയായിരുന്നു. ഇങ്ങനെയാണ് ഹരികൃഷ്ണനെ കണ്ടത്. ഇപ്പോൾ അങ്ങനെയാണ് അവിടെ തൊട്ട് എനിക്ക് ഹരികൃഷ്ണൻ്റെ ജേണി ശരിക്കും പറഞ്ഞാൽ അറിയാം. എന്നിട്ട് ഗേറ്റിൻ്റെ റിവിഷൻ ക്ലാസ്സിന് വന്നു അല്ലേ? അതെ, അത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന, ഞാൻ ട്രിവാൻഡ്രം നിന്നപ്പോൾ റൂമിൽ വൈശാഖ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഗേറ്റ് ബാച്ചിലായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ റൂമിൽ പോയിരുന്നത്, കാരണം ഞങ്ങൾ നേരത്തെ ആറ്റുകാലായിരുന്നല്ലോ സിവിലിയൻസ്. പിന്നെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഗേറ്റ് ബാച്ചിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവൻ്റെ ത്രൂ കാണുമായിരുന്നു. അപ്പം അങ്ങനെ റൂമിൽ വരുമ്പോൾ ഇവനുമായിട്ടുള്ള ഒരു കമ്പൈൻ സ്റ്റഡി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് റിവിഷൻ ബാച്ച് നടക്കുന്നുണ്ട്, ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് റിവിഷൻ ബാച്ചിന് കയറി. അപ്പം അങ്ങനെയാണ് ജോയ്സിനെ കാണുന്നത്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പ്രിപ്പറേഷനൊക്കെ? റിവിഷൻ ബാച്ച് നല്ല പക്ക പ്ലാൻഡ് ആയിട്ട് പോകണ്ടായിരുന്നു. കാരണം എല്ലാം സാറുമാരും വന്നിട്ട് ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് റിവൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബുക്ക്ലെറ്റ് അവർ തരും. ബുക്ക്ലെറ്റ് ഒരു ഷീറ്റിൽ വർക്കൗട്ട് സെഷൻസ് അത് ചെയ്ത് അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. നോർമൽ ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. അതിനൊരു ടാർഗറ്റും തന്നിട്ടുണ്ടായിരുന്നു, ഇന്ന ദിവസത്തിനുള്ളിൽ ഇത് തീർക്കണം എന്ന് വെച്ചിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്ക് ഗേറ്റ് ബാച്ചിൻ്റെ ഉള്ളിലോട്ട് കയറിയ ശേഷം അവിടുന്ന് വേറൊരു ടീമിനെ കിട്ടി. വൈശാഖ്, ലുലു, ശ്രീലക്ഷ്മി, ഞാനെന്നുണ്ട്, ഞങ്ങളൊരു 4 പേര് ഒരു ഗ്രൂപ്പിനെ കിട്ടി. ആ ഗ്രൂപ്പും ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ടാർഗറ്റൊക്കെ വെച്ച് നോക്കി ചെയ്യുന്ന ഒരു ടീമായിരുന്നു. എല്ലാവരും ഇതേപോലെ ഈ വർക്കൗട്ട് സെഷൻ തീർക്കണം, ഇന്ന് തീർക്കണം എന്നുള്ളൊരു പോയിന്റിൽ. അതുകൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും അല്ലാത്ത പരിപാടിക്കാണെങ്കിലും 4 പേരും നല്ലോണം ക്ലോസ് ആയി, ഒരു ഫാമിലി പോലെയൊക്കെ ആയി. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം കുറേ പോർഷൻസ് അതിൽ നിന്ന് കവറായി. ആ കവർ ചെയ്യാൻ പറ്റാത്ത പോർഷൻസ് അതൊക്കെ കുറേ ക്വസ്റ്റ്യൻസിലൂടെ, കുറേ പുതിയ ടോപ്പിക്കിലൂടെ എനിക്കറിയാത്തത് അവർ പറഞ്ഞു തരും, അവർക്ക് ഡൗട്ടുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ കുറച്ച് ചേട്ടൻകളിയായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് പോയി. പിന്നെ ഗേറ്റ് ആ സമയത്ത് കൊടുത്തു. അപ്പോൾ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് SSCയുടെ CBT 1 കിട്ടിയിട്ടുണ്ടായിരുന്നു. SSCയുടെയും കിട്ടി, RRBയുടെ ആ സമയത്ത് രണ്ടും കിട്ടിയതായിരുന്നു. പിന്നെ അതിനുശേഷം ഗേറ്റ് വന്നു, ഗേറ്റും ക്വാളിഫൈഡ് ആയി. അപ്പം അത് 3 ഏകദേശം ഒരു ഹാട്രിക് പോലെ ഒരു നല്ല, അത് മെയിനായിട്ട് ഈ ഒരു കമ്പൈൻ സ്റ്റഡി ആ ഒരു സ്പിരിറ്റ് പിള്ളേരുടെ ഒരു പവറായിരുന്നു. അതുകൊണ്ട് അത് സെറ്റ് ആയിട്ട് പോയി. എന്നിട്ട് ഓക്കെ, അപ്പൊ RRB JEE ടയർ 1 ക്വാളിഫൈ. അതിനുശേഷം ടയർ 2 വേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? ടയർ 1 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും അത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ടയർ 1 കിട്ടുന്നുള്ളത്. ഞാൻ പൊതുവെ എക്സാംസ് കഴിഞ്ഞാൽ അങ്ങനെ കീ നോക്കലോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. കഴിഞ്ഞു, വേഗം പിടുത്തം വിട്ടു എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ ടയർ 1ൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് പിള്ളേർ തന്നെയാണ് പറഞ്ഞത്, ഇങ്ങനെ വന്നു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ പേരുണ്ട്. അപ്പോൾ പിന്നെ ഒരു ആവേശമായി. പിന്നെ RRBക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ 1 ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ എക്സാം മാത്രമായിരുന്നു. ടയർ 2 മാത്രമേ കൗണ്ടിങ് ഉള്ളൂ. അപ്പോൾ പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം, ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ടെക്നിക്കലും കുറച്ച് നോൺ ടെക്നിക്കലും ഉണ്ടായിരുന്നു, കുറച്ച് പോർഷൻസ്. കൂടുതലും വെയിറ്റേജ് ടെക്നിക്കലിനായതുകൊണ്ട് അതിരുന്ന് പഠിച്ചു. പിന്നെ ആ സമയത്ത് തന്നെ ഗേറ്റിന് പഠിച്ചതും SSCക്ക് പഠിച്ചതും AEക്കുള്ളതും അതിൻ്റെയൊക്കെ കണ്ടൻറ്റും ഉണ്ടല്ലോ, കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. എന്നിട്ട് RRBക്ക് പഠിച്ചു. സെക്കൻഡ് ടയർ കുഴപ്പമില്ലായിരുന്നു, എഴുതി നല്ല രീതിയിൽ ക്വാളിഫൈ ആവാൻ വേണ്ടി പറ്റി. കുഴപ്പമില്ലായിരുന്നതല്ല, നല്ല രീതിയിൽ ക്വാളിഫൈ ആവാൻ വേണ്ടി പറ്റി അല്ലേ? ഓക്കെ. ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ RRBയുടെ ജേണി ഒരു കരയ്ക്ക് എത്തി നിൽക്കുകയാണ്. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഹരികൃഷ്ണൻ്റെ ജേണി നോക്കിക്കഴിഞ്ഞാൽ ഹരികൃഷ്ണൻ ആദ്യം ഗേറ്റിന് പോയി, ഗേറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. പിന്നെ ഇടയ്ക്ക് AEക്ക് പോയി, പിന്നെ SSC JEക്ക് പോയി, ലാസ്റ്റ് RRB JEയിൽ എത്തി നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ കുറേ ട്രാവൽ ചെയ്താണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അത്യാവശ്യം ലോങ് ഒരു ജേണി ആയിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു ജേണിയിൽ ഡൗൺ ആയി പോയ മൊമെൻറ്റ്സ് ഉണ്ടാവില്ലേ? ഓർക്കാൻ താല്പര്യമില്ലേ? ഒരുപാട് ഉണ്ടായിട്ടുണ്ട് മിസ്സേ. അതായത് ഓരോ എക്സാമുകൾക്കും
ഓരോ രീതിയിലായിരുന്നു ഡൗൺ ആയിട്ടുള്ള മൊമെൻറ്റ്സ്. ഒരു എക്സാമ്പിൾ പറയാം. SSCക്ക് ഇതേപോലെ ടയർ 1 ക്വാളിഫൈ ആയി. ടയർ 2 എളുപ്പമായിരുന്നു. ടയർ 2 ഫുൾ ടെക്നിക്കലായിരുന്നു. അത് പക്ഷേ ഭയങ്കര എളുപ്പമായിരുന്നു. 300 മാർക്കായിരുന്നു. അതിൽ അത്യാവശ്യം 250+ ഒക്കെ കിട്ടി. അതിലെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും കൗണ്ട് ചെയ്യും. പ്രിലിംസും മെയിൻസും കൗണ്ട് ചെയ്തപ്പോൾ ഫൈനൽ കട്ട് ഓഫിൽ നിന്ന് 6 മാർക്കിന് പോയി. അതൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത്. അതേപോലെ എയ്ഡ് എക്സാമിനും അങ്ങനെ കുറച്ച് മാർക്കിനൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ലിസ്റ്റിൽ വരുന്ന നമ്മൾ ക്വാളിഫൈ ആവാതിരിക്കുമ്പോഴും നമുക്ക് ഏറ്റവും വിഷമം വരുന്നതെന്ന് വെച്ചാൽ 1-2 മാർക്കിന് പോകുമ്പോഴാണ്. കുറേ ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞു. ഇത് നമുക്ക് ആ ഒരു വീണ്ടും ഒരു എത്തിയിട്ട് പോകുന്ന ഒരു സമയമായിരുന്നു. ഇപ്പം ഇങ്ങനെ ഡൗൺ ആയ മൊമെന്റ്സ് പറഞ്ഞിട്ട് ഇച്ചിരി വിഷമിച്ചിരിക്കുകയാണ്. അപ്പം ഇതിൽ നിന്ന് ഇങ്ങനെ തിരിച്ച് ട്രാക്കിലേക്ക് വന്നു. തിരിച്ച് ട്രാക്കിലേക്ക് ഇപ്പോൾ എൻ്റെ മെയിൻ പ്രൈമറി മോട്ടിവേഷനും എല്ലാം എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിമാരുമായിരുന്നു. കാരണം അവർ തന്ന ഒരു സപ്പോർട്ട്, അവർ ആ ഒരു സ്ട്രഗിള് അവർക്ക് തോന്നി ഇവനെ പറ്റും, കുഴപ്പമില്ല, സപ്പോർട്ട് ചെയ്യണം. പറഞ്ഞ ഒരു വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. എല്ലായിടത്തും പ്രത്യേകിച്ച് നമ്മൾ ഒരു ലോങ് ജേണി ആകുമ്പോഴേ ഫാമിലിയുടെ സപ്പോർട്ട് എല്ലാവർക്കും അങ്ങനെ കിട്ടണം എന്നില്ല. അങ്ങനെ കിട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യമാണ്. അത് നമുക്ക് ആദ്യം അറിയില്ല ഇവർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്. അതായത് നമുക്ക് ആദ്യം ഒരു വാല്യൂ എനിക്കുണ്ടായിരുന്നില്ല. പിന്നീടാണ് നമ്മൾ ഇപ്പൊക്കെയാണ് അതിൻ്റെ ആ ഒരു പ്യുവർ അവരുടെ ഒരു സാക്രിഫൈസ്, അവരൊരു എഫേർട്ട് നമുക്ക് വേണ്ടി അവർ സ്പെൻഡ് ചെയ്യുന്ന ഓരോ മൊമെൻ്റ് ആയിക്കോട്ടെ, അവരെന്തൊക്കെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും എന്നുള്ളത് ഇപ്പോഴാണ് അറിയണം. അന്നൊക്കെ കുറേ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒന്നാമത് ഒരു ഡൽഹിയിൽ നിന്ന് ഒരു കോച്ചിങ് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വേറൊരു സ്ഥലത്തോട്ട് വിടുക എന്ന് പറയുന്നത് തന്നെ ഞാൻ ആദ്യം സമ്മതിക്കുകയില്ല എന്ന് വിചാരിച്ചിട്ടാണ് വജ്ര എടുത്തിട്ട് കൂടാ വീണ്ടും ആ 1.5 വർഷം നീട്ടാന്നുള്ളൊരു പ്ലാന് വിചാരിച്ചത്. പിന്നെ ആലോചിച്ചത് സാധാരണ എല്ലാവരും വജ്ര എടുക്കുന്നത് വീട്ടിൽ പഠിക്കാനാണ് എല്ലാവരും എടുക്കുന്നത്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞിട്ടാണ് എനിക്ക് പിന്നെ ഒന്ന് ചോദിച്ചു നോക്കാം, വീട്ടിൽ ചിലപ്പോൾ സമ്മതിക്കുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതാണ്. പക്ഷേ അച്ഛനപ്പോഴേക്കും അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും ഓക്കെ, എന്നാൽ പിന്നെ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നീ എന്നാൽ പോയിട്ട് വാ, ബാക്കി ഞാൻ നോക്കാം എന്നുള്ളൊരു രീതിക്ക് അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു. അതൊരു പ്രൈമറി മോട്ടിവേഷനായിരുന്നു. പിന്നെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് സിവിലിയൻസിലെ നമ്മുടെ ഗ്രൂപ്പും ഫാക്കൽറ്റീസും സ്റ്റാഫും എല്ലാവരും. അയ്യോ, അതൊരു വേറെ ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു തരത്തിലുള്ള സപ്പോർട്ടായിരുന്നു. നമ്മുടെ ആ കമ്പൈൻ സ്റ്റഡിയുടെ ഗ്രൂപ്പാണെങ്കിലും ഒരു വേറെ രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ആയിരുന്നു മിസ്സേ. അത് എൻജോയ് ചെയ്യും നമ്മള് ശരിക്കും. അങ്ങനെ ഒരാൾ നമ്മളോട് ഇങ്ങനെ പറയാനുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാലേ ഒരു കോമ്പറ്റീഷനേക്കാൾ ഉപരി ഒരു സപ്പോർട്ട് ഗ്രൂപ്പായിട്ടാണ് ഞാൻ ഈ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിനെ കണ്ടിട്ടുള്ളത്. ശരിക്കും മിസ്സേ, അതൊരു വേറെ ഫാമിലി എന്ന് പോലെ ഒരു നമുക്ക് ഭയങ്കര ഇൻവോൾവ് ആവും നമ്മൾ അതിലോട്ട്. അത് എനിക്ക് അതാണെങ്കിൽ കറക്റ്റ് ഗേറ്റിൻ്റെ റിവിഷൻ നടക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു SSCയുടെ റിസൾട്ട് വന്നത്. ഈ 6 മാർക്കിനൊക്കെ പോയപ്പോൾ ഞാനാകെ ഡൗൺ ആവുന്നതാണ് ഈ പിള്ളേരെല്ലാവരും കണ്ടിട്ടുണ്ട്. അവരന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത്. മോട്ടിവേഷൻ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഡയലോഗുകളൊന്നും അല്ല, പക്ക റിയാലിറ്റി അവരിങ്ങനെ പറഞ്ഞു പറ്റും, നിങ്ങളെ വെറുതെ ഇതായിരിക്കണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ ഒരു രീതിക്ക് സപ്പോർട്ടായിരുന്നു. പിന്നെ ഫാക്കൽറ്റീസ് അതായത് നമ്മുടെ അഭിജിൻ സാറ് ഞങ്ങളുടെയൊക്കെ ഒരു വലിയ ഏട്ടനാണ്. ആ ഒരു ലൈനാണ് പുള്ളിക്കാരൻ. പക്ക റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ബ്ലണ്ടായിട്ടെല്ലാം പറയും, ഫേസ് ടു ഫേസ് ക്ലിയർ ആണ്. സാറിന്റെ അടുത്തൊന്നും മയത്തിൽ പറയാന്ന് പറഞ്ഞാൽ സാർ ഇല്ല, ഭയങ്കര ഇഷ്ടമല്ല, സ്ട്രെയിറ്റ് ടു ദി പോയിന്റ് കാര്യങ്ങളായിരുന്നു. സാറും പറഞ്ഞിരുന്നു കുറേ കാര്യങ്ങൾ. സാറ് പറഞ്ഞിരുന്നു നമുക്ക് നമ്മുടെ ഒരു സമയമുണ്ട്, ആ ടൈം ആകുമ്പോഴേ അതൊക്കെ റെഡി ആവുള്ളൂ, ഫോക്കസിന് ഒരിക്കലും മാറണ്ട, വർക്ക് ചെയ്യേ കിട്ടും എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള അഞ്ജു മിസ് പിന്നെ എപ്പോഴും കൂടെ ഉണ്ട്. അന്നേ ശല്യപ്പെടുത്തി തുടങ്ങിയതാണ് അഞ്ജു മിസ്, ദൃശ്യ മിസ്, പിന്നെ ഓഫീസിലെ മിനി മാം, പിന്നെ രാഹുലേട്ടൻ, എല്ലാവരും. രാഹുലേട്ടനൊക്കെ എപ്പോഴും ഫുള്ള് എന്താണ് അടിക്കല്ലേ നമ്മള് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ പവർ സപ്പോർട്ടായിരുന്നു. ആ ഒരു രീതിക്കൊക്കെ നല്ല രസമായിരുന്നു. അതിൽ നിന്ന് അങ്ങനെ കരകയറാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുകയാണ്, അതായത് ഈ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, അതായത് ഈ ഒരു കാര്യം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അങ്ങനെ ചിന്തിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് ആ 1.5 വർഷം ഗ്യാപ്പ് അവിടെ നിന്ന് കഴിഞ്ഞതും ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ അതൊരു വല്ലാത്തൊരു റിഗ്രറ്റ് ആയിരുന്നു. ആ ഒരു ബ്രേക്ക് ആയിരിക്കും കുറച്ചുകൂടെ സ്വീറ്റ് ആക്കിയത്, അങ്ങനെയും പറയാം. മിസ്റ്റേക്സ് ഒരുപാട് വരുത്തിയിട്ടുണ്ട്, ഒരുപാട് മിസ്റ്റേക്സ്. അതായത് നമ്മൾ എക്സാം ഹാളിൽ നിന്ന്
അതിനെക്കുറിച്ച് അത് മിസ്റ്റേക്ക് ആണെന്ന് പോലും അറിയില്ല. തിരിച്ചു വന്ന് വീടെത്തി അത് അതിനെ കറക്റ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് അല്ലേ എന്നുള്ള കാര്യം അറിയണം. അങ്ങനത്തെ ഒരു ഭയങ്കര ആദ്യമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. 50% ഒക്കെ മിസ്റ്റേക്കാണ്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് പിന്നെ അത് മനസ്സിലാക്കി ഇങ്ങനെയുണ്ട്, ഇങ്ങനെ മിസ്റ്റേക്സ് വരുന്നുണ്ട് എന്ന് മനസ്സിലായി. അത് പിന്നെ ഓരോ എക്സാമുകളിൽ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അത് പക്ഷേ എനിക്ക് ഒരുപാട് പേഴ്സണലി സമയമെടുത്തു. അത് മനസ്സിലാക്കി അവിടെ ഇരിക്കുമ്പോൾ ഉള്ളൊരു മൈൻഡ് സെറ്റ് അല്ല നമ്മൾ വെളിയിൽ ചെയ്യുമ്പോൾ. അത് ആക്ച്വലി ടെൻഷനുണ്ട്. അത് ആക്ച്വലി അഭിജിൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഇരിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കിട്ടാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നോർമലാവും. മൈൻഡ് സെറ്റാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു. മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് അതിന് ഒരുവിധം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് എഴുതാൻ തുടങ്ങി. അത് വേറെ നമ്മുടെ സിവിലിയൻസിൻ്റെയും വേറെ പ്ലാറ്റ്ഫോമിൻ്റെയും എല്ലാം പർച്ചേസ് ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ എഴുതാൻ തുടങ്ങി. അതിൽ കുറച്ചും കൂടെ നമുക്ക് കോൺഫിഡൻസ്, അതിൽ നമുക്ക് നേരത്തെ അറിയാം ഇന്ന പോയിന്റിൽ തെറ്റ് വയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് ഓട്ടോമാറ്റിക്കലി അറിഞ്ഞ് അത് കറക്റ്റ് ചെയ്ത് അങ്ങനെ മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങളായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വന്നു. ഓരോ കാര്യങ്ങൾ നമുക്ക് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഫീൽ ചെയ്യും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ. അന്ന് ഞാൻ ഇതേ ചോദ്യം ഇതേ സമയത്ത് ഇങ്ങനെ മിസ്റ്റേക്ക് ആക്കിയിട്ടുണ്ടല്ലോ എന്നൊരു തോട്ട് വരും. പിന്നെ അത് ഇമ്പ്രൂവ്ഡ് ആയി ഇവൻച്വലി. ഞാൻ ഇപ്പോൾ ഓർത്തൊരു കാര്യമാണ്, നേരത്തെ സിവിലിയൻസിലേക്ക് വന്ന സമയത്ത് കമ്പൈൻ സ്റ്റഡി ചെയ്ത സമയത്ത് എന്തോ ടൈമർ യൂസ് ചെയ്ത കാര്യം പറഞ്ഞത് എന്തായിരുന്നു? സീക്രട്ടാണ്, എന്നാലും കുഴപ്പമില്ല പറഞ്ഞു. അത് ആക്ച്വലി ഞങ്ങൾ മൂന്നാളുടെ ഒരു ഐഡിയ ആയിരുന്നു. ബ്ലസ്സിയുടെ ആണെന്ന് തോന്നുന്നു മേ ബി ആ ഐഡിയ. അതായത് ഈ MCQ ബുക്ക്, സിവിലിയൻസിൻ്റെ MCQ ബുക്ക്, പിന്നെ അവർക്ക് ആദ്യം എല്ലാ വീക്കും ഒരു മോഡൽ ടെസ്റ്റ് ഉണ്ടാവും. അതിലൊരു 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നല്ല ചോദ്യങ്ങളെല്ലാം. അപ്പോൾ ആ ചോദ്യങ്ങളും ഈ MCQ ബുക്കിലെ ചോദ്യങ്ങളും വേറെ PYQലെ ചോദ്യങ്ങളും കൂടെ ഞങ്ങൾ തന്നെ കുറച്ച് റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ട് 50 ക്വസ്റ്റ്യൻ ഇത്ര മിനിറ്റിനുള്ളിൽ ചെയ്യണം എന്നുള്ളൊരു പോയിന്റ് വെച്ചിട്ട് എക്സാം ക്രിയേറ്റ് ചെയ്ത് അത് മൂന്നാളും ഒരുമിച്ചിരുന്ന് എഴുതും. സ്റ്റാർട്ട് ചെയ്യും, എഴുതും. അത് എന്നിട്ട് അത് തീരുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ആദ്യമൊക്കെ പെട്ടെന്ന് തീർക്കാം, 10 മിനിറ്റിൽ 50 ക്വസ്റ്റ്യൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് 10 മിനിറ്റൊക്കെ വെച്ച് ചെയ്ത് നോക്കും. ഭയങ്കര സ്പീഡിൽ ചെയ്യും, കുറേ തെറ്റും. പിന്നെ അത് ശരിയല്ല എന്ന് തോന്നി. പിന്നെ അതിന് ടൈം കൂട്ടി 10, 15, 25 ആക്കി. പിന്നെ ആ 25 പിന്നെ കുറച്ച് അങ്ങനെ അതൊരു നല്ലൊരു പവർ പാക്ഡ് ആയിട്ടുള്ളൊരു സെഷൻസ് ആയിരുന്നു. ഞങ്ങളെപ്പോഴും അങ്ങനെ അതിനിരിക്കുമായിരുന്നു. അതൊരുപാട് നമ്മൾക്ക് ഈ എക്സാമിന് പോകുമ്പോഴും കുറേ സമയം ഓരോ ക്വസ്റ്റ്യനിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അടുത്തതിലേക്ക് പോവാം എന്നുള്ളൊരു നമുക്ക് ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാനാണ് ഏറ്റവും വലിയ, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് മിസ്. ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എന്തോ പോലെയാണ്. കാരണം നമ്മൾ ഇത് അറിയായിരുന്നു, ഇത് പഠിച്ചത് അതാണോ എന്ന് വെച്ചിട്ട് വെറുതെ സ്റ്റക്കായി നിൽക്കുക. ശരിക്കും ഒരു കാര്യമില്ല അതിൽ. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്തതെങ്കിലും കിട്ടും. അങ്ങനെ ഒരു കാര്യം അതിൽ നിന്ന് മനസ്സിലായി. ആ ടൈമർ ഇട്ട ആ ഒരു പരിപാടിയിൽ നിന്ന് മനസ്സിലായി. പിന്നെ അത് ഭയങ്കര എഫക്റ്റീവായിരുന്നു. അതേ സംഭവം ഗേറ്റിനും എഫക്റ്റീവായിരുന്നു. ഗേറ്റിന് പൊതുവേ ആ ഒരു 2 മാർക്സ് ക്വസ്റ്റ്യനൊക്കെ കറക്റ്റ് വിത്തിൻ ടൈമിൻ്റെ ഉള്ളിൽ തീർക്കുമ്പോഴാണ് അതിലാണ് ശരിക്കും ടൈമിൻ്റെ വാല്യൂ. ഈ ഓവർസിയർ എക്സാംസിനൊന്നും ഇത് കുറച്ച് ആദ്യം ഒന്ന് ശീലിക്കുമ്പോൾ തന്നെ പിന്നെ നമുക്ക് അത്ര ഒരു ടൈം ഒരു കൺസേൺ ആയിട്ട് തോന്നാറില്ല. അതായിരുന്നു ട്രിക്ക്. ഓക്കെ, ഒരു സീക്രട്ട് ട്രിക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുള്ളത് ഹരികൃഷ്ണൻ. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് മിസ്റ്റേക്കിൻ്റെയും ട്രിക്കിൻ്റെയൊക്കെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു സ്ട്രഗിളിന് ശേഷം RRBJയുടെ റിസൾട്ട് അറിഞ്ഞ ദിവസം മേ ബി ഹരിയുടെ ഇപ്പോൾ ഉള്ള കറന്റ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം വന്ന ഒരു ദിവസങ്ങളിൽ ഒന്നായിരിക്കും അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം? എങ്ങനെയായിരുന്നു? അതൊരു വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം അന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു റിസൾട്ട് വന്നത്. അപ്പോൾ റിസൾട്ട് PDF ആയിട്ട് വന്നു. ഞാൻ അതേപോലെ എനിക്ക് നോക്കാൻ തീരെ താല്പര്യമില്ല, എനിക്കൊരു ഇതുണ്ടായിരുന്നില്ല, കോൺഫിഡൻസ് ഒന്നുമില്ല. നമ്മൾ ഈ പരീക്ഷ എഴുതുമ്പോഴുള്ള കഴിഞ്ഞുള്ള കോൺഫിഡൻസ് അത് കഴിഞ്ഞാൽ അത് വേണ്ട എന്നുള്ളൊരു മൈൻഡിൽ അടുത്തത് നോക്കാം എന്നുള്ളൊരു പോയിന്റിൽ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ്, നോക്കാനുള്ളൊരു കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ പഠിക്കുന്ന ഗ്രൂപ്പാണ് പറഞ്ഞത് നോക്കണം, റോൾ നമ്പർ അയച്ചതാന്നൊക്കെ പറഞ്ഞ് അവർ നോക്കിയിട്ട് ആണ് ഇങ്ങനെ പറഞ്ഞത്. കിട്ടി മോനെ, അടിച്ചു, ഇനിയിപ്പോൾ നോക്കണ്ട, സെറ്റായി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നേരെ അച്ഛനും അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു. അച്ഛനും അമ്മയൊക്കെ ഒരുപാട് ഹാപ്പി. അവർ നേരെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന് ഇത്രയും നാളത്തെ ആ ഒരു കഷ്ടപ്പാടിന്റെ വിഷമൊക്കെ അവിടെ ആ സ്പോട്ടിൽ നിന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളെക്കാളും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളെന്നുള്ളത്. അവർക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വേറെ ആൾക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതല്ലേ മിസ്? ആണ് ശരിക്കും പറഞ്ഞാൽ അതൊരു മൊമെന്റ് ആണ്. എല്ലാ ആസ്പിറന്റ് ശരിക്കും പറഞ്ഞാൽ തുടക്കം മുതൽ സ്വപ്നം കാണുന്ന ആ ഒരു മൊമെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ RRBJ കിട്ടി, അപ്പോയിന്റ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
കോമ്പറ്റീറ്റീവ് എക്സാം ജേണി ഇവിടെ വെച്ച് നിർത്തുകയാണോ? അങ്ങനെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, ക്ലീൻ ആയിട്ട് പറയാലോ മിസ്സേ. കാരണം എല്ലാവരും അങ്ങനെ, എനിക്ക് അങ്ങനെയായിരുന്നു ഞാൻ പ്ലാൻ ഇട്ടുണ്ടായിരുന്നു, മതിയായി ഇനിയിപ്പോൾ വേണ്ട നിർത്താം എന്നുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു വേറൊരു പോയിന്റിൽ ചിന്തിക്കുമ്പോൾ കുഴപ്പമില്ല, ഇനിയും ഒരു ചാൻസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാട്ടിലുള്ള രുചി അറിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഇനിയും ചെയ്യണം, ഇനിയും എഴുതണം എന്നൊക്കെ ഒരു തോട്ട് വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ PWDയുടെ എയ്ഡ് എക്സാം ഉണ്ട്, ഇറിഗേഷൻ ഉണ്ട്, അപ്പം അതിലേക്കൊക്കെ ഒന്ന് ഇനി ഇതേ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. കാരണം അതിന് ആ പറയുന്ന ആ രുചി അതുണ്ട് മിസ്, ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഒരു സംഭവമാണ്. അതെ, അപ്പോൾ അതെല്ലാം സക്സസ് ആവട്ടെ. ഓക്കെ, അപ്പോൾ ഇനി പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന കുറേ ആസ്പിറൻസ് ഉണ്ടാവും. അപ്പോൾ ഹരി കടന്നു പോയിട്ടുള്ള ഈ ഒരു പല പല സ്റ്റേജിലായിരിക്കും, മേ ബി അവരൊരു തുടക്കത്തിൻ്റെ സ്റ്റേജിലായിരിക്കും, ചിലപ്പോൾ ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും. ശരിക്കും അതൊക്കെ കൊണ്ടാണ് ഇന്ന് ഹരീനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതിന് ഒരു കാരണം. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? ഒന്നേ പറയാനുള്ളൂ, അതായത് നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിയിട്ടേ വരാൻ പാടുള്ളൂ. അല്ലാതെ അതിൻ്റെ ഇടയിൽ നമുക്ക് നിർത്തണം എന്നൊക്കെ പല പല പ്രലോഭനങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയാം, നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷെ അതിലൊന്നും വീഴണ്ട. നമുക്കൊരു ഉള്ളിൽ മൈൻഡ് ഉണ്ടാവണം, അത് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ആ പോയിന്റിലോട്ട് 100% നമ്മളടിക്കും, നമ്മളെ അടിക്കും എന്നുള്ളതാണ് ഞാൻ പിള്ളേരുടെ അടുത്തൊക്കെ പറയാറ്. അതാണ് ലൈന്. അവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് വന്നു, ട്രിവാൻഡ്രം വന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അടിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ആ ഒരു വാശിയോടെ നിന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കും. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് ഇതേപോലെ കറക്റ്റായിരുന്നു മിസ്. ഒരു വർഷം ജൂലൈയിൽ വന്നു, അതേ സെയിം ഡേറ്റിനാണ് ഇത് കിട്ടിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പാക്ക് ചെയ്യുന്നത്. അടുത്ത വർഷം സെയിം ഡേറ്റിന്. അതൊരു മിറാക്കിളാണ്, പക്ഷെ എന്നാലും അത് സംഭവിച്ചു. ഹാപ്പിയാണ്. അപ്പം എല്ലാവർക്കും അത് ആ ഒരു പോയിൻ്റേ ഉള്ളൂ, ആ ശ്രമം എന്നുള്ളതാണ്. ആ ഒരു നമ്മളെ എത്രത്തോളം നമ്മൾ അതിലോട്ട് എഫേർട്ട് ഇടുന്നു, അത് നമ്മളെ തിരിച്ച് തേടി വരും എന്നുള്ളൊരു പോയിന്റ് തന്നെയാണ്. അത് പറയാൻ പൊതുവെ എല്ലാവരുടെയും മോട്ടിവേഷനിലൊക്കെ പോകുന്ന കാര്യമാണെങ്കിലും അത് ഫാക്റ്റാണ്. അത് നമ്മളതിൽ വാശി പിടിച്ചിട്ട് നമ്മൾ അതിന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളൊരു പോയിന്റാണ്. ഹരിയുടെ ആഗ്രഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആസ്പിറൻസിനോട് എനിക്ക് അതാണ് പറയാനുള്ളത്. നിങ്ങളുടെ ജേണിയിൽ നിങ്ങൾക്ക് കുറേ ബ്ലോഗ്സുകൾ ഉണ്ടാവുമല്ലേ, റോഡ് ബ്ലോഗ്സ് ഉണ്ടാവും. പക്ഷെ അതിലൊന്നും തളരാതെ മോട്ടിവേഷനോടുകൂടി പഠിക്കുക. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ആ ലക്ഷ്യം ഉറപ്പായിട്ടും കിട്ടും. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളുടെ ജേണിയാണ് ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ മനസ്സുകൊണ്ട് നമ്മളിങ്ങനെ ആഗ്രഹിക്കും. ചില സ്റ്റുഡൻസിനെ കാണുമ്പോൾ മനസ്സുകൊണ്ട് നമ്മളിങ്ങനെ ആഗ്രഹിക്കും അവർക്ക് കിട്ടണം. അത്തരത്തിൽ ഞാൻ ആഗ്രഹിച്ച ഒരു സ്റ്റുഡൻ്റാണ് ഹരി. അപ്പോൾ അതുകൊണ്ടാണ് ഹരീനെ ഇന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്പയറിങ് ആവട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കാനുള്ള എനർജി നൽകാൻ ഈ ഒരു സെഷനിൽ എനിക്കും ഹരിക്കും കഴിഞ്ഞു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ലക്ഷ്യം അതെല്ലാം പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ലേൺ ഫ്രം ദ ബെസ്റ്റ്. സിവിൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷകൾക്ക് ഏറ്റവും മികച്ച കോച്ചിങ് സിവിലിയൻസ്. ലേൺ ഫ്രം ദി ബെസ്റ്റ്.